അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം വിശുദ്ധ ഖുർആനിലെ 107 അധ്യായമായ സൂറത്തുൽ മാഊൻ പഠനം ആരംഭിക്കുകയാണ്. സൂറത്തുൽ മാഊൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിത കാലഘട്ടത്തിൽ അവതരിച്ച സൂറയാണ് എന്നാണ് ഒരഭിപ്രായം. എന്നാൽ അങ്ങനെയല്ല, മക്കി കാലഘട്ടത്തിലാണ് അവതരിച്ചത് എന്ന വ്യാഖ്യാനവുമുണ്ട്. സൂറത്തുൽ മാഊനിൽ ആകെ 7 സൂക്തങ്ങളാണുള്ളത്. നമുക്ക് സുപരിചിതമായ സൂറയാണ്. പാരായണം ചെയ്തതിന് ശേഷം വിശദീകരണങ്ങളിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. സൂറത്തുൽ മാഊൻ പാരായണ നിയമങ്ങൾ പുതിയതായിട്ട് ഒന്നും വരുന്നില്ല എന്ന് പറയാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പദം ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. അതിൽ യദ്ഉ എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ദാലിന് ബമ്മാണ്, ഐനിന് ഷദ്ദുണ്ട് അല്ലേ? സാധാരണ നമ്മൾ ഓതുമ്പോൾ യദ്ഉൽ യതീം എന്ന് ഓതിപ്പോകാനിടയുണ്ട്. അവിടെ ശരിക്കും വിപരീത അർത്ഥം സംഭവിക്കുന്നുണ്ട്. യദ്ഉൽ യതീം അനാഥയെ ക്ഷണിച്ച് സൽക്കരിക്കുന്ന ആളാണ്. യദ്ഉൽ യതീം അനാഥയെ ആട്ടി അകറ്റുന്നവനാണ്. അതിനാൽ ഉച്ചാരണം വളരെ കൃത്യമാകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറയിലേക്ക് കടക്കാം. ഈ സൂറ വളരെ സുപ്രധാനമായ ഒരു ആശയം പങ്കുവെക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ ഒരു സാമ്പ്രദായികമായ ഒരു ഇസ്ലാം ഉണ്ടല്ലോ, അതിനെ തല്ലിപ്പൊളിക്കുന്നൊരു സൂറയാണിത്. എന്താ നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത്? അത്യാവശ്യം നമസ്കാരവും ദിക്റും ഖുർആൻ പാരായണവും അങ്ങനെയൊക്കെയുള്ള ഒരു ഇസ്ലാമികമായ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ആയിട്ടങ്ങ് പോകാം, ഇങ്ങനെയല്ലേ കരുതുക? അതാണ് ഇസ്ലാം, അത്രയൊക്കെ മതി എന്ന് കരുതും. പക്ഷേ അങ്ങനെയല്ല ഇസ്ലാം. പിന്നെ എന്താ ഇസ്ലാം? അള്ളാഹുവുമായിട്ട് ഇങ്ങനെ ആരാധനകളിലൂടെ അടുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ സൃഷ്ടികളുണ്ടല്ലോ, നമ്മുടെ ചുറ്റിലും ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ, അവരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തണം, അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ മരങ്ങളെ കാണാറില്ലേ? മരങ്ങളുടെ അവസ്ഥ എന്താണ്? മരങ്ങൾ ഇങ്ങനെ വളർന്ന് പടർന്ന് ആകാശം മുട്ടെ പന്തലിക്കുമ്പോഴും അതിൻ്റെ വേരുകൾ എവിടെയുള്ളത്? ഭൂമിക്കടിയിൽ ഇങ്ങനെ ആണ്ട് പൂണ്ട് കിടക്കുകയാണ് അല്ലേ? ഇതേപോലെ നമസ്കാരത്തിലൂടെ മറ്റ് അനുഷ്ഠാനങ്ങളിലൂടെ നമ്മളിങ്ങനെ അള്ളാഹുവിനെ എത്തിപ്പിടിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഉയരങ്ങളിലേക്ക് പോകുമ്പോഴും നമ്മുടെ കാല് ഭൂമിയിൽ തന്നെയാണ് ഉള്ളത്, ഭൂമിയിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ സഹജീവികളുമായി, നമുക്കിടയിൽ ജീവിക്കുന്ന മറ്റു മനുഷ്യരുമായി നല്ല ബന്ധം ഉണ്ടാവണം, അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണം, അവരെ സഹായിക്കണം എന്നുള്ളതാണ്. ഈ സൂറയിൽ ശരിക്കും അള്ളാഹു പരലോകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പരലോക ബോധം എന്നൊരു സംഗതി ഇല്ലേ? പരലോകം ഉണ്ട്, വരാൻ പോകുന്നു, മരണാനന്തരമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ പരലോക ബോധം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നിത്യജീവിതത്തിൽ ഞാൻ മരിക്കും, പരലോകത്തെത്തും, അവിടെ വിചാരണ ഉണ്ടാവും, രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്, അവിടെ എനിക്ക് വിജയിക്കണം, അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് ഇവിടെ നടത്തേണ്ടത് എന്നുള്ള തിരിച്ചറിവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എക്സാം വരാൻ പോകുന്നു അല്ലേ?
ഹാഫ് ഇയർലി എക്സാം ഉണ്ടാവും, പിന്നെ ഫൈനൽ എക്സാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് മുൻനിർത്തിയാണ് നമ്മുടെ പഠനം എപ്പോഴും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും. എന്ന പോലെ പരലോക ബോധമുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ചിരിക്കുന്നതും സംസാരിക്കുന്നതും പെരുമാറുന്നതും അതിലൊക്കെ എനിക്ക് എങ്ങനെ പരലോകത്ത് അതൊരു പ്ലസ് ആക്കി മാറ്റാം എന്ന ചിന്ത ഉണ്ടാവും അല്ലേ. പരലോക ചിന്ത ഇല്ലെങ്കിലോ പിന്നെ എന്തായാലും എന്താ, ആരോടും എങ്ങനെയും പെരുമാറാം, എന്തും ചെയ്യാം, കൂട്ടുകാരോട് തമ്മിലിടിക്കാം അല്ലേ. അങ്ങനെയൊക്കെ അല്ലേ വിദ്യാർത്ഥികൾ തമ്മിലിടിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ സംഭവിക്കുന്നുണ്ട്, കൂട്ടുകാർ മരിച്ചു പോകുന്നവരെയുണ്ട്. ആലോചിക്കേണ്ടതാണ് അത്തരം സന്ദർഭങ്ങൾ. അതിനാൽ പരലോക ബോധം ഉണ്ടെങ്കിൽ ചോദിക്കാനും പറയാനൊക്കെ ഒരാളുണ്ട്, നാളെ ഞാൻ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള ഒരു ഉത്തരവാദിത്വ ബോധം നമ്മിലുണ്ടാവും. അത് ഈ സൂറ വളരെ ശക്തമായി സൃഷ്ടിക്കുന്നുണ്ട്. പരലോകബോധം ഇല്ലാത്ത ആളുകളെ കുറിച്ചാണ് ഈ സൂറ പറയുന്നത്. അവർ മനുഷ്യന്മാരോടൊക്കെ പെരുമാറുന്നത് വളരെ റഫായിട്ട് ഭയങ്കര പരുക്കൻ പ്രകൃതത്തിലായിരിക്കും എന്നതാണ് ഈ സൂറയിൽ അല്ലാഹു അതിനെക്കുറിച്ചൊക്കെ സൂചന നൽകുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് ഒരു പ്രത്യേക സംഭവവുമായി ബന്ധപ്പെട്ട് എന്നതിനപ്പുറത്ത് അന്നത്തെ മക്കയുണ്ടല്ലോ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന മക്ക, അതേപോലെ മദീന എല്ലാം ഉൾക്കൊള്ളുന്ന ആ അറബ് മേഖലയിലെ സകല തിന്മകളും കൊള്ളരുതായ്മകളൊക്കെ നടന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പൊതുവായിട്ട് പറയാൻ ഇന്നും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ കാണാൻ സാധിക്കും. അനാഥരോടും അഗതികളോടൊക്കെ മോശമായി പെരുമാറുന്ന, അവരെ ആക്രമിക്കുന്ന, അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ആളുകളൊക്കെ കാണാം അല്ലേ. അതിനാൽ എക്കാലത്തും ഏറ്റവും പ്രസക്തമായ ഒരു സൂറയാണ് സൂറത്തുൽ മാഊൻ എന്ന് മനസ്സിലാക്കാം. നമുക്ക് ഒന്നാമത്തെ ആയത്തിലേക്ക് കടക്കാം. കൊണ്ടാണ് ഈ സൂറ തുടങ്ങുന്നത്. ചോദ്യമാണ്, ആണോ എന്നുള്ള ചോദ്യമാണ്. ഇനിയും സൂറകൾ വരുന്നുണ്ട് അല്ലേ. കൊണ്ട് തുടങ്ങുന്ന വേറൊരു സൂറ ഏതാണ്? ലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, സൂറത്തുൽ ഫീലാണ്. ചോദ്യമാണ്. റഅയ്ത, റഅ കണ്ടു, റഅയ്ത നീ കണ്ടു. നേരത്തെ നമ്മൾ ഇതേ വാക്ക് പഠിച്ചതാണ്. എവിടെ? സൂറത്തുൻ നസ്റിൽ വ റഅയ്ത നാസ എന്ന് പഠിച്ചിരുന്നു. അതേ റഅയ്തയാണ്. റഅയ്ത നീ കണ്ടുവോ? ചോദ്യം. അല്ലദീ ഒരാളെ, ആരോ ഒരാളെ, ഒരാളിലേക്ക് പ്രത്യേകമായിട്ട് പോയിന്റ് ചെയ്യാണ്. ആരാണ് അയാൾ? യുക്കദ്ദിബു, കദ്ദബ യുക്കദ്ദിബു, കളവാക്കി, തള്ളിപ്പറഞ്ഞു. എന്തിനെ? ബിദ്ദീൻ, ദീനിനെ തള്ളിപ്പറഞ്ഞു. വീണ്ടും ദീന് വരികയാണ് അല്ലേ. അറഅയ്തല്ലദീ യുക്കദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവനെ നീ കണ്ടുവോ? എന്താ അവിടെ ദീന്? നമ്മൾ നേരത്തെ പഠിച്ച ദീൻ ഓർക്കുന്നില്ലേ? മാലിക് യൗമിദ്ദീൻ ഉണ്ട്, യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ലക്കും ദീനുക്കും വലിയ ദീൻ. 4 പദങ്ങൾ ദീൻ എന്ന നിലയ്ക്ക് അവൾ പഠിച്ചു. ഇവിടെ വീണ്ടും പഠിക്കുകയാണ്. ഇവിടെ എന്താ ദീന്? 2 വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, നാം സാധാരണ മനസ്സിലാക്കുന്ന ദീൻ തന്നെയാണ്, ഇസ്ലാം എന്ന ജീവിത വ്യവസ്ഥ എന്ന നിലയ്ക്ക് അതിനെ മനസ്സിലാക്കാം. മറ്റൊന്ന് പരലോകവുമായി ബന്ധപ്പെട്ടാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ പഠിച്ച പോലെ അവിടെ പ്രതിഫല ദിനം എന്നല്ലേ നമ്മൾ പഠിച്ചത്? പ്രതിഫലം എന്നാണ്. എന്താ പ്രതിഫലം? രക്ഷയും ശിക്ഷയും. അപ്പോൾ രക്ഷാശിക്ഷകൾ എന്ന് പറയാം. പരലോക രക്ഷാശിക്ഷകളെ തള്ളിപ്പറയുന്നവനെ നീ കണ്ടുവോ എന്നായിരിക്കും അല്ലേ. പരലോക രക്ഷാശിക്ഷകളെ തള്ളിപ്പറയുന്നവനെ നീ കണ്ടുവോ, അഥവാ പരലോക ബോധം ഇല്ലാത്തവനെ നീ കണ്ടുവോ എന്നായിരിക്കും അതിൻ്റെ ആശയം എന്ന് മനസ്സിലാക്കാം. എന്താ ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും ഒരാളിലേക്ക് ചൂണ്ടി പറയാണോ? അതൊരു ശ്രദ്ധ ക്ഷണിക്കലാണ് ശരിക്കും. ഇങ്ങനെ പ്രത്യേകം അയാൾ പോകുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് ഒരാളിലേക്ക് ചൂണ്ടി പറയാണ്. റഅയ്ത എന്നത് അത്ര സുഖമുള്ള ഒരു പ്രയോഗമല്ല. അയാളെ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ഷേപ സ്വരത്തിലുള്ള ഒരു പ്രയോഗമാണതെന്ന് കാണാൻ പറ്റും. പിന്നെ റഅ എന്ന വാക്കുണ്ടല്ലോ, റഅ കണ്ടു എന്നാണ് സാധാരണ അർത്ഥം അല്ലേ. കാണുക.
പക്ഷെ അതിൽ വേറൊരു സംഗതിയുണ്ട്. എന്താണ്? അതിൽ ചിന്തയുടെ പിൻബലം കൂടി ഉണ്ടാവും. എൻ്റെ വീക്ഷണത്തിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലൊരാശയം കൂടി അതിലുണ്ട്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവനെ നീ കണ്ടുവോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. ഇവിടെ നീ ആരായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകാം. പിന്നെ ഇപ്പോൾ ഈ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അയാളുടെ ലക്ഷണങ്ങൾ പറയാണ്. അതിനാൽ ആരാന്നറിയാം? ളാലിക, അവനാണ്. അല്ലദി, ആരാണ് അയാള്? യദുഉൽ യതീം, യദുഉ, ആട്ടിയകറ്റി, അൽ യതീം, അനാഥയെ ആട്ടിയകറ്റുന്നവനാണ് അവൻ. യതീം, യതാമ, ഐതാം എന്നൊക്കെ അതിൻ്റെ ബഹുവചനാണ്. ആരാണ് അനാഥ? സാങ്കേതികമായി പറയുമ്പോൾ ഏതാണ്ട് നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ആൾക്കാരായിരിക്കും അല്ലേ? ഒരു 14 വയസ്സ് വരെയൊക്കെയുള്ള ആള്, വാപ്പ മരിച്ചു പോയ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ ആള്, സംരക്ഷിക്കാൻ ആളില്ലാത്ത അവസ്ഥയിലായ ആളായിരിക്കും അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്നു വീണത് തന്നെ അനാഥനായിട്ടാണ് അല്ലേ? അതിനാൽ അനാഥരുടെ സങ്കടങ്ങൾ അവിടത്തേക്ക് നന്നായിട്ട് അറിയാം. ഫദാലിക്കല്ലദീ യദുഉൽ യതീം, അനാഥയെ ആട്ടിയകറ്റുന്നവനാണ് അവൻ. അങ്ങനെയുള്ള ആള് പരലോകബോധം ഇല്ലാത്ത ആളാണ്. അനാഥയെ ആട്ടിയകറ്റുക എന്ന് പറഞ്ഞാൽ അന്ന് അതൊരു സമ്പ്രദായമായിരുന്നു. അനാഥകളെ, അതുപോലെ വിധവകളുണ്ടല്ലോ, ഭർത്താവ് മരണപ്പെട്ടു പോയവരൊക്കെ എല്ലാ നിലക്കും വീട്ടിൽ നിന്ന് പുറത്താക്കി അവകാശങ്ങൾ നൽകാതിരിക്കുന്ന രീതി അന്നത്തെ ഒരു രീതിയാണ്. ഇന്നും അത് നമുക്ക് കാണാം അല്ലേ? ഇപ്പോൾ വാപ്പ മരിച്ചുപോയ മക്കള്, അവരുടെ അവകാശങ്ങൾ മറ്റു ബന്ധുക്കളൊക്കെ കൂടി ഓഹരി വെച്ച് എടുത്തു കളയുക, അവർക്കൊന്നും കൊടുക്കാതിരിക്കുക, അവരെ പഠിപ്പിക്കാനും സംരക്ഷിക്കാനും സംവിധാനങ്ങളില്ലാതിരിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവരും അനുഭവിക്കുന്നത് അത് തന്നെയാണ്. ഫദാലിക്കല്ലദീ യദുഉൽ യതീം, അനാഥയെ ആട്ടിയകറ്റുന്നവൻ എന്നാ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് അനാഥശാലകൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? പ്രത്യേക സാമൂഹിക സാഹചര്യത്തിൽ ഉണ്ടാകുന്നതാണത്. ശരിക്കും അനാഥയെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? അനാഥശാല ഉണ്ടാക്കിയിട്ടാണോ? അങ്ങനെ വരുമ്പോൾ ശരിക്കും ആ മക്കൾക്ക് വാപ്പയെ നഷ്ടപ്പെട്ടു, ഇപ്പോൾ ഉമ്മ വീട്ടിലുണ്ട്, ഉമ്മയുടെ കൂടെയും കഴിയാൻ പറ്റുന്നില്ല, അനാഥാലയത്തിലേക്ക് പോകേണ്ടി വരും. ശരിക്കും അവരെ സംരക്ഷിക്കേണ്ട രീതി എന്താണെന്നറിയോ? അവരുടെ സ്വന്തം വീട്ടിൽ തന്നെ അവർക്ക് താമസിക്കാൻ കഴിയാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാം. എന്നിട്ട് അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ നൽകാം. അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് നൽകുക, അവരുടെ ട്യൂഷൻ ഫീസ് നൽകാൻ സംവിധാനം ഉണ്ടാക്കുക. ഇങ്ങനെ അവരുടെ അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെടുത്താത്ത വിധത്തിൽ അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കലാണ് അനാഥ സംരക്ഷണം. അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ കാണാം. അവർക്ക് അവരുടെ വീട്ടിൽ തന്നെ കഴിയാൻ അവസരം നൽകുകയും അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയും ചെയ്യാം. ആ ഒരു രീതിയാണ് ശരിക്കും അനാഥ സംരക്ഷണം. അനാഥയെ തള്ളിപ്പറയുന്ന ആളാണ് രക്ഷാശിക്ഷകളെ തള്ളിപ്പറയുന്നവൻ എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. പരലോക വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് മനുഷ്യനിലെ നന്മ, കാരുണ്യം, വാത്സല്യം എല്ലാം ശരിക്കും പ്രകടമാകുള്ളൂ. അല്ലെങ്കിലോ അതൊക്കെയും ചൂഷണം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് ഈ സൂറ നമ്മെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പുതിയ കാലത്തും ബാലപീഡനങ്ങളും അതുപോലെയൊക്കെ ഉണ്ടല്ലോ, കുട്ടികളുടെ അവകാശം നിഷേധിക്കലും, അങ്ങനെ എത്ര സംഭവങ്ങളാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഗസയിലൊക്കെ എത്ര മക്കളാണ് അനാഥരായി പോയത്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടായോ? ആലോചിക്കേണ്ടതാണ്. ശിശുദിനവും മറ്റ് സംവിധാനങ്ങളൊക്കെ നമ്മൾ ആചരിച്ചു കൊണ്ടേയിരിക്കുമ്പോഴും ശരിക്കും ഈ മക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെ ആലോചിക്കാൻ ഈ ആയത്തുകൾ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവേ, സത്യവും നീതിയും നിലനിൽക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥ സ്ഥാപിക്കുവാൻ, പരിശ്രമിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.